ഇപ്പോൾ മുമ്പത്തെ വോയിസിൽ ഞാൻ പിശാചിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ അവിടെയും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇതൊരു ഇൻഫോർമേറ്റീവ് ലെവലിൽ മാത്രമേ ആകുന്നുള്ളൂ. ഇതൊരു ഇൻഫർമേഷനാണ്, ഇങ്ങനെയാണ് കാര്യം. പക്ഷെ അപ്പോഴും ഇത് മനസ്സിലാക്കിയ ആളും ഈ തലത്തിൽ ഇൻഫർമേഷൻ ലെവൽ മാത്രം മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചോളം അടുത്ത തവണ പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ, ഒരു വളരെ അടുത്തൊരാൾ മരിക്കുമ്പോൾ ആകെ പതറിപ്പോവും, ആകെ ചൂളിപ്പോവും, ആകെ പാളിപ്പോവും. എന്താണ് പഠിച്ചവനെ എന്നോട് ഇങ്ങനെ, ഇത് എന്തിനാണ് റബ്ബേ ഈ ഒരു നെഗറ്റീവ് എന്നിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെ ഉള്ളുന്ന് പഠിച്ചവനെ കുറ്റം പറയുന്ന ലെവലിലേക്ക് വരും. ഇത് കേട്ടാലും വരും. അതുകൊണ്ടാണ് ഡീപ്പർ ലെവലിലേക്ക് അത് കയറിയിട്ടില്ല എന്നർത്ഥം. അവിടെയാണ് ഖുർആൻ ഇടയ്ക്ക് പറഞ്ഞ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ആ ഹൃദയം കൊണ്ട് ഒരാൾ ഒരു കാര്യത്തെ മനസ്സിലാക്കിയോ വിസ്ഡം എന്ന് പറയും. അപ്പോൾ യലിമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞില്ലേ, ഹിക്മത്ത് പുറത്തുനിന്ന് പഠിച്ചെടുക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് പഠിച്ചത് ആഴങ്ങളിലേക്ക് കയറി കോൺഷ്യസ് മൈൻഡും കഴിഞ്ഞു ഡീപ്പർ ലെവലിലേക്ക് എത്തി ഹൃദയത്തിലേക്ക് കയറിയിട്ട് അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പീരിയൻസായി മാറി, അനുഭവമായി മാറിയിട്ട് ആ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നോളജിനാണ് അവിടെ ഹിക്മത്ത് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവലിൽ ഒറ്റവർക്ക് പറഞ്ഞ ഹൃദയ ലെവലിൽ എത്തുക തൽക്കാലം അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ ഹൃദയ ലെവലിൽ അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ സ്കെയില് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ച് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആകെ പതറിപ്പോകുന്നുണ്ടോ ഇല്ലയോ, ചൂളിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക, ചോദിക്കുക. അപ്പോൾ അന്നേരം മനസ്സിലാവും നമുക്ക്. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ അൽഫ്ലാഹിൻ്റെ ആപ്പും ക്ലാസ്സുകളൊക്കെ കേട്ട് ആഴങ്ങളിലേക്ക് കേട്ടെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, പേരും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ആളാണത്. അവരുടെ മകൻ, വിദേശത്ത് പഠിക്കാൻ പോയ മകൻ 21ാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അപ്പോൾ നാട്ടിലെ വിവരം അറിഞ്ഞപ്പോൾ ആളുകളൊക്കെ പേടിച്ചു. എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും? 21 വയസ്സായ മകൻ പെടുന്നതിനെ മരിച്ച ഒരു ഉമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നാണ് ആളുകൾ പേടിച്ചത്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ ഉമ്മ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് അത്രയും ഈമാനികമായ പവറിലേക്ക് വരികയാണ്. അതുപോലെ പലരും ഒരുപാട് കേസുകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ കടന്നുപോയ ആളുകളുടെ. അപ്പം അപ്പോഴാണ് മനസ്സിലാക്കുക നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടുണ്ട്. കാരണം ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിലേക്ക് പരമയദുൽ ഈമാൻ, അതായത് അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ഈമാൻ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയും കൂടി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നർത്ഥം. പരിഹാരം എന്താണ്? ഞാൻ കഴിഞ്ഞ ഏതൊരു വോയിസിൽ പറഞ്ഞതുപോലെ, ഒരു ഇളനീറിനെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അതിൻ്റെ കാമ്പ് കണ്ട് വെള്ളം കണ്ട് ഒരു വിഭാഗം, പിന്നെ ഒരു വിഭാഗം കാമ്പ് കണ്ട് വെള്ളം കണ്ട് കുടിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഡീപ്പർ ലെവലിലേക്ക് പോവുക. ഇതൊരു ഇൻഫർമേഷൻ ലെവലാണ്. ഇതിൻ്റെ ഡീപ്പിലേക്ക് അടുത്ത നോളജ് ലെവലിൽ പോകുന്നു, തേർഡ് ലെവലിലേക്ക് പോകുന്നു നോളജിൻ്റെ. അപ്പോൾ ഫോർത്ത് ലെവൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നു. എക്സ്പീരിയൻസ് ലഭിക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അനുഭവമായി മാറുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങൾ പുറത്ത് മഹാ ചുഴലിക്കാറ്റ് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ ശാന്തമായിരിക്കും, സക്കീനത്തിലായിരിക്കും, മുത്തുമഇനത്തിലായിരിക്കും, ബഷാറത്തിലായിരിക്കും. ഖുറാൻ പറഞ്ഞ ഓരോ വാക്കുകളുണ്ടല്ലോ ഈ ലോകത്ത് ഈ നിമിഷം കിട്ടുന്ന സംഗതികളാണ് ഖുറാൻ പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞു. അതെല്ലാം നമുക്ക് കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒരു ഇൻഫർമേഷൻ ലെവലിൽ നമ്മൾ അറിവിനെ നിർത്താതിരിക്കുക, വീണ്ടും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. അങ്ങനെ ഖുറാനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പിക്കുക. അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചോളം ഫൈനൽ റിസൾട്ട്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നിർത്താണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.